നമസ്കാരം. IMA ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. രോഗാതുരതയുടെ രംഗത്ത് നമ്മുടെ കേരളത്തിന് പ്രത്യേക പദവി നേടിത്തന്ന ഒരു രോഗാവസ്ഥയുണ്ട്. ആ രോഗത്തിൻ്റെ ലോക തലസ്ഥാനം പോലും നമ്മുടെ കേരളമാണ്. ആ ഒരു പദവി പോലും നമുക്ക് അർഹതപ്പെട്ടതാണ്. ഏതാണ് ആ രോഗം എന്ന് നിങ്ങൾക്കറിയാമോ? പണ്ഡിതനിലും പാമരനിലും കുബേരനിലും കുചേലനിലും ഒരുപോലെ കാണുന്ന ഒരു രോഗം. അതാണ് ഡയബറ്റിസ്, പ്രമേഹം. 2010 കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 63 മില്യൺ പ്രമേഹ രോഗികളാണ് ഉള്ളതായി കണക്കാക്കപ്പെടുന്നത്. 1975 ഇത് 2.4 മില്യണും 1995 ഇത് 20 മില്യണും ആയിരുന്നു എങ്കിൽ 2005 ഇത് 40 മില്യണായി വളർന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 2025 ഏകദേശം 5 പ്രമേഹ രോഗികൾ എടുത്താൽ അതിലൊരാൾ ഇന്ത്യക്കാരൻ ആയിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൊച്ചിയിലെ കാര്യമെടുത്താൽ പോലും 2001 കണക്കുകൾ പ്രകാരം ഏകദേശം 2 മുതൽ 4% വരെ ആളുകളിൽ പ്രമേഹമുണ്ടായിരുന്നെങ്കിൽ 2009 കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഏകദേശം 20% വളർന്നതായിട്ടാണ്. ഓരോ നിമിഷവും ഏകദേശം 600ഓളം രോഗികൾ പ്രമേഹ രോഗം മൂലം മരണപ്പെടുന്നു. ഏകദേശം 250ഓളം ആളുകൾ പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് മൂലം വികലാംഗരായിപ്പെടുന്നു. ഏകദേശം 150 മുതൽ 200ഓളം രോഗികൾ വൃക്കരോഗത്താൽ ഡയാലിസിസിലേക്ക് നീക്കപ്പെടുന്നു. അതുപോലെ തന്നെ 50 മുതൽ 60 വരെ രോഗികൾ പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് മൂലം കാഴ്ച നഷ്ടപ്പെടുന്നു. നാം മനസ്സിലാക്കണം, ഈ പറഞ്ഞ കണക്കെല്ലാം ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ്ട് 600ഓളം ആളുകൾ ഒരു ദിവസം ഈ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് മൂലം മരണപ്പെടുന്നു എന്ന വസ്തുത. ഇനി എന്താണ് ഈ പ്രമേഹം എന്ന രോഗം? അത് എങ്ങനെ ഉണ്ടാകുന്നു? അത് വൈദ്യശാസ്ത്രപരമായിട്ട് എന്തെല്ലാം വിവിധ തരങ്ങളിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ശരീരത്തിലെ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ വേണ്ടത്ര രീതിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരികയോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ വേണ്ട അളവിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയിൽ തുടർച്ചയായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ചു വരികയും ഇതുമൂലം എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇതിനെ പ്രമേഹമെന്ന് പറയാം. പ്രധാനമായും 4 തരത്തിലാണ് പ്രമേഹം. ഒന്ന്, ടൈപ്പ് 1 പ്രമേഹം. കുട്ടികളിലും ചെറുപ്രായക്കാരിലും കണ്ടുവരുന്ന ഈ പ്രമേഹത്തിൽ പാൻക്രിയാസ് ഏകദേശം പൂർണ്ണമായും നശിച്ച് ഇൻസുലിൻ ഉണ്ടാകാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇവർക്ക് പ്രമേഹ നിയന്ത്രണത്തിന് ഇൻസുലിൻ അത്യന്താപേക്ഷിതമാണ്. രണ്ടാമതായി നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ഇവർ പൊതുവെ അമിതവണ്ണമുള്ളവരും വ്യായാമമില്ലാത്ത ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. വേണ്ടത്ര രീതിയിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസും ഇവർക്ക് കൂടുതലായി കാണുന്നു. മൂന്നാമതായി ജസ്റ്റേഷണൽ ഡയബറ്റിസ് അഥവാ ഗർഭകാലത്ത് കാണുന്ന പ്രമേഹം. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ കാണുന്ന അധിക ഗ്ലൂക്കോസിനെയാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇത് പ്രസവശേഷം സാധാരണ നിലയിലേക്ക് മിക്കവാറും എത്തുന്നു. ഈ കാലയളവിൽ ഇവർക്ക് ഇൻസുലിൻ ചികിത്സ ആവശ്യമായി വന്നേക്കാം. വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ശിശുവിൻ്റെ വളർച്ചയുടെ പല ഘടകങ്ങളെയും ദോഷകരമായി ബാധിക്കാം. നാലാമതായി മറ്റസുഖങ്ങൾ മൂലമുണ്ടാകുന്ന പ്രമേഹം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവോ കൂടുതലോ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ അസുഖങ്ങൾ, അതുപോലെ തന്നെ പാൻക്രിയാസിലുണ്ടാകുന്ന ട്യൂമർ, കല്ല്, ഇങ്ങനെ 4 തരത്തിലാണ് പ്രമേഹം പ്രധാനമായും കാണപ്പെടുന്നത്. അപ്പോൾ ടൈപ്പ് 1 and 2 ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്, മറ്റു രോഗാവസ്ഥകൾ മൂലമുണ്ടാകുന്ന പ്രമേഹം, ഇങ്ങനെ 4 വിധത്തിലാണ് പ്രമേഹ രോഗങ്ങൾ ഉള്ളത്. ഇനി നമുക്ക് ഈ പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരാം. ബഹുഭൂരിപക്ഷം ആളുകളിലും പ്രമേഹത്തിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ശാപകരമായ അവസ്ഥ. അതായത് ലക്ഷണങ്ങളൊന്നുമില്ലാതെ അനേക വർഷം ഒരു വ്യക്തിയിൽ പ്രമേഹമുണ്ടാവാം. സാധാരണയായി ശരീരത്തിലെ ഭാരം കുറഞ്ഞു വരിക, അമിതദാഹം, അമിതമായി മൂത്രം പോകുന്ന അവസ്ഥ, അമിത വിശപ്പ്, ദേഹത്ത് ചൊറിച്ചിൽ, പ്രത്യേകിച്ച് യോനി ഭാഗങ്ങളിലും ലിംഗാഗ്രങ്ങളിലുമുള്ള ചൊറിച്ചിൽ, കണ്ണിൻ്റെ കാഴ്ചയുടെ മങ്ങൽ, കൂടെ ഗ്ലാസ് മാറ്റേണ്ടി വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ കൈകാലിലുള്ള മരവിപ്പ്, പൊതുവെ ക്ഷീണം, ഇതെല്ലാമാണ് സാധാരണമായി കാണുന്ന ലക്ഷണങ്ങൾ. ഇതുകൂടാതെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് മൂലമുള്ള ലക്ഷണങ്ങളായും ആദ്യം ഡോക്ടറെ കാണേണ്ടി വരുന്ന രോഗികളും കുറവല്ല. ഈ ഹാർട്ട് അറ്റാക്കിന് നെഞ്ചുവേദന പോലെ, അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ലിന് കടുത്ത വേദന പോലെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു രോഗലക്ഷണം പലപ്പോഴും പ്രമേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ പ്രാരംഭങ്ങളിൽ പ്രത്യേകിച്ചും
ഇത് ഈ ഡയഗ്നോസിസ് തന്നെ മിസ്സായി പോകും. കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് രോഗം നിർണ്ണയിക്കപ്പെടുന്നത് തന്നെ. ഇനി ഈ പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത കൂടുതലുള്ള കൂട്ടർ അവർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്തരം ആളുകൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് അമിതവണ്ണമാണ്. രണ്ടാമത് വ്യായാമമില്ലാത്ത ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ. മൂന്നാമത് BP, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ. നാലാമത് ഗർഭിണിയായിരിക്കുമ്പോൾ പ്രമേഹമുണ്ടായിരുന്ന സ്ത്രീകൾ. ജനിക്കുമ്പോൾ തൂക്കം കുറവുള്ള കുട്ടികൾ, അതായത് ലോ ബർത്ത് വെയ്റ്റ് ചിൽഡ്രൻ. പോളിസിസ്റ്റിക് ഓവറി അസുഖമുള്ള സ്ത്രീകൾ. അതുപോലെ തന്നെ കുടുംബത്തിൽ പാരമ്പര്യം വളരെ അധികമുള്ള രോഗികൾ. പ്രമേഹ രോഗം വരാൻ പാരമ്പര്യമുള്ള രോഗികൾക്ക് പ്രമേഹ രോഗത്തിൻ്റെ അവസ്ഥ കൂടുതലായി കാണപ്പെടുന്നു. ഇവയൊന്നും കൂടാതെ മറ്റൊരു കൗതുകകരമായ റിസ്ക് ഫാക്ടർ കൂടി പ്രമേഹത്തിൻ്റെ കാരണമായിട്ട് ശാസ്ത്രീയമായി പറയപ്പെടുന്നു. 45 വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരും പ്രമേഹത്തിന് റിസ്ക് ഉള്ളവരത്രേ. ഇനി നമുക്ക് ഈ പ്രമേഹ രോഗത്തിൻ്റെ നിർണ്ണയം എങ്ങനെ എന്ന് നോക്കാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അഥവാ 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ രാവിലെ വെറും വയറ്റിൽ ചെയ്യുന്ന ബ്ലഡ് ഷുഗർ 126-ൽ കൂടുതലുണ്ടെങ്കിൽ ഇവർക്ക് പ്രമേഹ രോഗമുള്ളതായി നിർണ്ണയിക്കാം. രണ്ടാമതായി ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ ഈ 2 മണിക്കൂർ ശേഷമുള്ള ഷുഗർ 200-ൽ കൂടുതലാണെങ്കിലും രോഗിക്ക് പ്രമേഹമുള്ളതായി കണക്കാക്കാം. മൂന്നാമത് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തി, അവർക്ക് കാഷ്വലായി നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ, അതായത് ഭക്ഷണം മുൻപ് കഴിച്ച സമയവുമായി യാതൊരു ബന്ധവുമില്ലാതെ രക്തം പരിശോധിക്കുമ്പോൾ 200-ൽ കൂടുതലുണ്ടെങ്കിൽ അവർക്കും പ്രമേഹ രോഗമുള്ളതായി കണക്കാക്കാം. നാലാമതായി HbA1c, അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന ടെസ്റ്റിൽ ഇതിൻ്റെ അളവ് 6.4-ൽ കൂടുതലാണെങ്കിൽ അവർക്കും പ്രമേഹ രോഗമുള്ളതായി നമുക്ക് കണക്കാക്കാം. ഇത് കൃത്യമായും പ്രമേഹമുണ്ട് എന്ന് പറയാവുന്ന അവസ്ഥകൾ. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരവസ്ഥയുണ്ട്. അതാണ് പ്രീ ഡയബറ്റിസ്. അതായത് ഈ ഇപ്പോൾ സൂചിപ്പിച്ച അത്രയും വാല്യൂ ആ ലെവലിലില്ല എങ്കിൽ ഒരല്പം കൂടുതലാണ് താനും എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-നും 125 mg/% ചുവടെയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഗണത്തിലാണ് പെടുന്നതെങ്കിൽ, അതുപോലെ പോസ്റ്റ് പ്രാങ്കിൾ ബ്ലഡ് ഷുഗർ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂറിന് ശേഷം എടുക്കുന്ന രക്തത്തിൻ്റെ വാല്യൂ 140-നും 200-നും ഇടയിലാണ് വരുന്നതെങ്കിൽ ഇത്തരം അവസ്ഥയെ നമ്മൾ പ്രീ ഡയബറ്റിക് ഫേസ് എന്ന് പറയുന്നു. ഇത് പ്രധാനമായും 2 തരത്തിലാണ് കണക്കാക്കുന്നത്. ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്, അതായത് ഫാസ്റ്റിംഗ് മാത്രം കൂടുതലുള്ള അവസ്ഥ. അതുകൂടാതെ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, അതായത് ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഷുഗറും നോർമൽ അല്ലാത്ത അവസ്ഥ. ഈ രോഗികളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കുന്ന പക്ഷം ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെയും ഇവർക്ക് പ്രമേഹം വരുന്നത് വലിയൊരു പങ്ക് വരെ നമുക്ക് തടയാൻ സാധിക്കും. മാത്രമല്ല, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് മുൻകരുതലുകൾ എടുക്കുവാനും സാധിക്കും. ഈ പ്രീ ഡയബറ്റിസ് ഫേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ്. നമ്മൾ വളരെ നേരത്തെ കണ്ടെത്തപ്പെടുകയും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഈ വ്യക്തി ഒരു പ്രമേഹ രോഗിയായി മാറുന്നത് ദീർഘകാലത്തോളം നമുക്ക് തടഞ്ഞു നിർത്താൻ തന്നെ സാധിക്കും. ഇനി നമുക്ക് ഈ പ്രമേഹ രോഗ ചികിത്സയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമതായി തെറാപ്യൂട്ടിക് ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻ, അതായത് പ്രമേഹ നിയന്ത്രണത്തിന് വേണ്ടി നമ്മളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ ജീവിതശൈലിയിലും വരുത്തേണ്ട മാറ്റങ്ങളാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഒന്ന്, മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതായത് രോഗിയെ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രോഗത്തെക്കുറിച്ചും രോഗം നിയന്ത്രിക്കാനുള്ള വിവിധ വശങ്ങളെക്കുറിച്ചും രോഗത്തിൻ്റെ കോംപ്ലിക്കേഷനെക്കുറിച്ചും അറിഞ്ഞാൽ മാത്രമേ ഒരു രോഗിക്ക് അത് തടയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രമേഹ നിയന്ത്രണത്തിൻ്റെ വിവിധ മാനദണ്ഡങ്ങളും രോഗിയെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഈ രോഗിക്ക് പ്രമേഹ ചികിത്സയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായി മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി, അതായത് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ രോഗിക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ. ഓരോ വ്യക്തിയുടെയും അഭിരുചി അനുസരിച്ച്, അയാളുടെ ജീവിത ശൈലി അനുസരിച്ച് അവർക്ക് വേണ്ട പോഷക മൂല്യങ്ങൾ നമ്മൾ കണക്കാക്കി അവരുടെ പ്രമേഹവും ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടിയും പാകമായ തൂക്കം നിലനിർത്താൻ വേണ്ടിയും ഭക്ഷണക്രമങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി വ്യായാമം. പ്രമേഹ രോഗികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വ്യായാമം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഏകദേശം 40 മിനിറ്റ് പ്രമേഹ രോഗികൾ സൈക്ലിംഗ്, നടത്തം
ജോഗിംഗ് പോലുള്ള എയറോബിക് വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ മാത്രമല്ല, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുവാനും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയാനും വളരെ സഹായകമാണ്. അതുമാത്രമല്ല, അവരുടെ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്, പൊതുവെയുള്ള കായികക്ഷമതയും ഇതുമൂലം വർദ്ധിക്കുന്നു. മുൻപ് സൂചിപ്പിച്ച പ്രീ ഡയബറ്റിസ് ഫേസ് എന്ന ഘട്ടത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപാദിച്ച ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ആഹാര നിയന്ത്രണവും വ്യായാമങ്ങളും വഴി തന്നെ ഈ പ്രമേഹ രോഗം വരുന്നത് തടഞ്ഞു നിർത്താൻ തന്നെ സാധിക്കും. ഇനി ഇതിലെ അടുത്തൊരു ഘട്ടം അല്ലെങ്കിൽ നാലാമതായിട്ട് വരുന്നതാണ് മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സ. ടൈപ്പ് 1 പ്രമേഹ രോഗികളിൽ പാൻക്രിയാസ് ഗ്രന്ഥി പൂർണ്ണമായും പ്രവർത്തിക്കാത്ത അവസ്ഥയിലായതുകൊണ്ട് ഇവർക്ക് ഇൻസുലിൻ അത്യന്താപേക്ഷിതമാണ്. ഈ കൂട്ടർ ഇൻസുലിൻ യാതൊരു കാരണവശാലും നിർത്താൻ പാടുള്ളതല്ല. നിർത്തുന്ന പക്ഷം വളരെ മാരകമായേക്കാവുന്ന ഡയബറ്റിക് കീറ്റോസിഡോസിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടൈപ്പ് 2 പ്രമേഹ രോഗികൾ ഈ സർവ്വസാധാരണമായ ഈ പ്രമേഹത്തിൽ നമ്മൾ ഗുളികകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള മരുന്നാണ് ഈ ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ നമ്മൾ ഉപയോഗിക്കാറ്. ഒന്ന്, മരുന്നുകൾ വഴി പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ. രണ്ടാമതായി, ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഒതുങ്ങുന്ന മരുന്നുകൾ, അതായത് ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് എന്ന് പറയും. പ്രമേഹ നിയന്ത്രണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗുളികൾക്ക് പൊതുവെ OHAs അഥവാ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻറ്റ്സ് എന്ന് പറയും. എന്നാൽ നിയന്ത്രണമില്ലാത്ത പ്രമേഹമാണെങ്കിൽ ഇവർക്ക് ഏത് സമയത്തും ഇൻസുലിൻ തന്നെയാണ് ഉത്തമമായ ചികിത്സ. ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെയും അതുപോലെ അഡ്വാൻസ്ഡ് ആയ ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെയും ഒക്കെ മെയിൻ സ്റ്റേ പ്രധാന ചികിത്സാ മാർഗമായ ഇൻസുലിൻ എന്ന ചികിത്സയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് അറിയാം. ഇൻസുലിൻ ഉപയോഗിക്കുന്ന വിവിധ മാർഗ്ഗങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇൻസുലിൻ ഉപയോഗത്തിനായി പല വിധത്തിൽ നമുക്ക് ലഭ്യമാണ്. സാധാരണയായി ഇൻസുലിൻ ഉപയോഗിക്കുന്നത് കുപ്പികളിൽ കിട്ടുന്ന ഇൻസുലിൻ, അതായത് ഇൻസുലിൻ വയൽസ് വഴിയാണ്. ഇത് ഒരു ഇൻസുലിൻ സിറിഞ്ചിൻ്റെ സഹായത്തോടെ നമ്മൾ രോഗികളിൽ ഉപയോഗിക്കുന്നു. ഇത് ഒരു ഇൻസുലിൻ പെൻ ഡിവൈസാണ്. വളരെ ചെറിയ ഒരു സൂചി ഉപയോഗിച്ച് എടുക്കുന്ന ഈ ഇൻസുലിൻ രോഗികൾക്ക് ഒട്ടും വേദന ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് കൂടെ കരുതി കൊണ്ടുപോകുവാനും വളരെ എളുപ്പമാണ്. മാത്രമല്ല, കൃത്യമായ ഡോസിംഗ് ഇതുവഴി സാധ്യമാകുന്നു. ഇൻസുലിൻ ഒട്ടും പാഴാകുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ മെച്ചമായി കണക്കാക്കാം. മൂന്നാമതായി, ഇൻസുലിൻ പമ്പ്. ഒരു പേജറിൻ്റെ വലിപ്പമുള്ള ഈ ഉപകരണം നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിലേത് എന്ന പോലെ തുടർച്ചയായി ചെറിയ ഒരളവിൽ രോഗിക്ക് ഇൻസുലിൻ നൽകുവാൻ സഹായിക്കുന്നു. ഇത് ഈ ഒരു ട്യൂബിംഗ് വഴി ശരീരത്തിൽ ഘടിപ്പിച്ച് രോഗിക്ക് അനായാസം എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടാവുന്നതാണ്. ടൈപ്പ് 1 പ്രമേഹം, അതുപോലെ വളരെയധികം ഇൻസുലിൻ ആവശ്യമായി വരുന്ന പ്രമേഹം, അല്ലെങ്കിൽ വളരെ ഫ്ലക്ച്വേഷൻസ്, വ്യതിയാനങ്ങൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രമേഹം, ഇവയിലെല്ലാമാണ് ഇപ്പോൾ ഈ കണ്ട ഇൻസുലിൻ പമ്പ് ഏറ്റവും അധികം അനുയോജ്യമായിട്ട് വരുന്ന അവസ്ഥകൾ. ഇനി നമുക്ക് ഈ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ആധുനിക രീതികൾ എന്തൊക്കെ, ആധുനിക ഉപകരണങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കാം. അതിലൊന്നാണ് CGMS, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം. ഇത് ഒരു ചെറിയ 5 രൂപ വലിപ്പമുള്ള ഈ ഒരു ഉപകരണം വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തുടർച്ചയായി 4-5 ദിവസം ഒരു ചെറിയ കൺപീലിയുടെ അത്ര വലിപ്പമുള്ള സെൻസർ വഴി രോഗിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച് 4-5 ദിവസത്തിന് ശേഷം ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമുക്കിതിലെ ഡേറ്റ വിശകലനം ചെയ്യാവുന്നതാണ്. ഇത് 5 മിനിറ്റിൽ ഒരു തവണ എന്ന പോലെ ഏകദേശം 300-ൽ പരം റീഡിംഗ് ഒരു ദിവസം എടുക്കുന്നു. ഇതുവഴി ശരീരത്തിൽ അനുനിമിഷം ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് വ്യതിയാനങ്ങളെ നമ്മൾക്ക് കൃത്യമായി അറിയുവാൻ സാധിക്കുന്നു. ഇത് മരുന്നിൻ്റെയും ഇൻസുലിൻ്റെയും അളവ് കൃത്യമായി ചെയ്യുന്നതിന് വളരെ സഹായകരമാണ്. പല മരുന്നുകളും പരീക്ഷിച്ചിട്ടും ഗ്ലൂക്കോസ് കൺട്രോൾ ആവാത്ത രോഗികളിൽ അതിൻ്റെ കാരണം കണ്ടെത്താനും ഈ ഉപകരണം വളരെ ഉചിതമാണ്. ഈ CGMS പോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് SMBG എന്ന സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന സംവിധാനവും അതിനുപയോഗിക്കുന്ന ഗ്ലൂക്കോമീറ്ററും. SMBG അഥവാ സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഇത് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്ന ഈ ഉപകരണം വഴി ഒരു ചെറിയ തുള്ളി രക്തം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുവാൻ സാധിക്കും. എല്ലാ രോഗികളും കഴിയുമെങ്കിൽ
ആഴ്ചയിൽ 3-4 ദിവസം 4-5 പ്രാവശ്യമെങ്കിലും ബ്ലഡ് ഷുഗർ പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുവഴി ശരീരത്തിലുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി അറിയുവാനും അതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിത രീതിയെയും മരുന്നുകളെയും ക്രമീകരിക്കുവാനും സാധിക്കും. അതുമാത്രമല്ല, ഈ SMPG ചെയ്യുന്ന രോഗികൾ ഗ്ലൂക്കോസ് ചികിത്സയുടെ പ്രധാന ഭാഗമായി മാറും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ പ്രമേഹം മൂലം നേരിട്ടല്ല മരണം സംഭവിക്കുന്നത്, അതിൻ്റെ സങ്കീർണതകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, മൈക്രോ മാക്രോ ആൻജിയോപ്പതികൾ കൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. നിയന്ത്രണമില്ലാത്ത പ്രമേഹം എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. പ്രധാനമായും ഇത് രക്തധമനികളെയാണ് ബാധിക്കുന്നതായി കാണുന്നത്. ചെറിയ രക്തധമനികളെ ബാധിക്കുമ്പോൾ ഇതിനെ മൈക്രോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നു. വൃക്കകളെ ബാധിക്കുന്ന അസുഖം, അതായത് നെഫ്രോപ്പതി, കണ്ണിൻ്റെ റെറ്റിനയെ ബാധിക്കുന്ന അസുഖം, അതായത് റെറ്റിനോപ്പതി, അതുപോലെ തന്നെ നാഡീഞരമ്പുകളെ ബാധിക്കുന്ന ന്യൂറോപ്പതി, ഇവയെല്ലാം മൈക്രോവാസ്കുലർ ഡിസീസ് മൂലം ഉണ്ടാകുന്നതാണ്. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് വലിയ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോൾ ഇതിനെ മാക്രോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നു. വലിയ രക്തക്കുഴലുകളിൽ അസുഖം ബാധിച്ച വ്യക്തികൾക്ക് നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക്, മസ്തിഷ്കാഘാതം എന്നിവയെല്ലാം കാരണമായേക്കാം. അതുപോലെ തന്നെ കാലിലേക്കും മറ്റുമുള്ള രക്തധമനികളെ ഇത് ബാധിക്കുമ്പോൾ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നു. ഇതുമൂലം കാലിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ട് വിരലുകൾ മറ്റും മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ ഉണ്ടാവാം. ഈ പ്രമേഹത്തിൻ്റെ കാലപ്പഴക്കം, പുകവലിയും മദ്യപാനവും, അനിയന്ത്രിതമായ BP, കൊളസ്ട്രോൾ, പാരമ്പര്യം ഇവയെല്ലാമാണ് ഈ കോംപ്ലിക്കേഷൻസിൻ്റെ റിസ്ക് സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള ഘടകങ്ങൾ. പ്രമേഹം, ബ്ലഡ് പ്രഷർ, അതുപോലെ കൊളസ്ട്രോൾ എന്നിവ വേണ്ട വിധം നിയന്ത്രിക്കുക എന്നതാണ് കോംപ്ലിക്കേഷൻസ് നിയന്ത്രിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. രണ്ടാമത്, രോഗികളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ചില ടെസ്റ്റുകൾ വഴി ഇത് മുൻകൂട്ടി കണ്ടുപിടിച്ച് ഇവ തടയാനും നമുക്ക് സാധിക്കും. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അഥവാ HbA1c എന്നത് കഴിഞ്ഞ ഏതാണ്ട് 3-4 മാസത്തെ ബ്ലഡ് ഷുഗറിൻ്റെ ശരാശരി നിലവാരത്തെ കണക്കാക്കും. നമ്മൾ ഫാസ്റ്റിങ്ങും ഭക്ഷണം കഴിച്ചിട്ടുമുള്ള ഷുഗർ നോക്കുന്നത് നോർമൽ ആണെങ്കിൽ പോലും HbA1cയുടെ നിലവാരം 7-ൽ താഴെ അല്ലെങ്കിൽ പ്രമേഹം കൺട്രോൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പ്രമേഹ രോഗികൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും HbA1c കർശനമായും നോക്കിയിരിക്കണം. വൃക്കകളെ പ്രമേഹം ബാധിക്കുന്നതിൻ്റെ ആദ്യ ലക്ഷണമായി യൂറിനിൽ ആൽബുമിൻ്റെ അളവ് കണ്ടുവരുന്നു. ഇത് മൈക്രോ ആൽബുമിൻ എന്ന ഒരു പരിശോധന വഴി നമുക്ക് മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ അവസ്ഥയിൽ കണ്ടുപിടിക്കുന്ന പക്ഷം നമുക്ക് വേണ്ട മരുന്നുകളും ചികിത്സയും ഇതിനു വേണ്ടി സ്വീകരിച്ച് വൃക്കകൾക്ക് കേടുവരുത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് ഇത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂറോപ്പതി, കാലിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്ന അസുഖം മുൻകൂട്ടി നമുക്ക് ചിലവ് കുറഞ്ഞ പരിശോധനകൾ വഴി കണ്ടുപിടിക്കുവാൻ സാധിക്കും. അതായത് മോണോഫിലമെൻറ്റ് ടെസ്റ്റ്, ബയോസ്റ്റീഷിയോമെട്രി എന്നീ ടെസ്റ്റുകൾ വഴി രോഗികളുടെ പാദത്തിലെ സ്പർശന ശക്തി കുറയുന്നത് രോഗി അറിയുന്നതിന് വളരെ മുൻപേ തന്നെ നമുക്ക് കണ്ടുപിടിക്കുകയും വേണ്ട പാദപരിചരണവും പാദരക്ഷകളും നൽകി പാദസംബന്ധമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് തടയുവാൻ വളരെയധികം സാധിക്കുന്നു. കാഴ്ചയെ ബാധിക്കുന്ന റെറ്റിനോപ്പതി എന്ന അസുഖം നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ഡയലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ, അതായത് നേത്രപരിശോധനയിലൂടെ മുൻകൂട്ടി കണ്ടുപിടിക്കുവാനും ഈ റെറ്റിനോപ്പതിയുടെ തുടക്കമുണ്ടെങ്കിൽ നമുക്ക് ലേസർ ചികിത്സ പോലെയുള്ള ചികിത്സകൾ ഇതിനായി സ്വീകരിക്കുവാനും അതുവഴി കാഴ്ചകൾ നഷ്ടപ്പെടുന്നത് തടയുവാനും സാധിക്കും. അപ്പോൾ ടു സമ്മറൈസ്, ഈ പ്രമേഹ ചികിത്സയിലൂടെ നമ്മൾ എന്താണ് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് എന്ന് നോക്കാം. പ്രമേഹം നിയന്ത്രണമാണ് എന്ന് പറയണമെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 120-ലും താഴെ കൺട്രോളായിരിക്കണം. ഭക്ഷണശേഷമുള്ള ബ്ലഡ് ഷുഗർ 160-ൽ താഴെയും HbA1cയുടെ അളവ് 7-ൽ താഴെയും ക്രമീകരിക്കണം. കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ 200-ൽ താഴെയും ചീത്ത കൊളസ്ട്രോൾ അതായത് LDL കൊളസ്ട്രോൾ 100-ൽ താഴെയും ക്രമീകരിക്കുന്നത് വളരെ നല്ലതാണ്. HDL അഥവാ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് പുരുഷന്മാരിൽ 40-ൽ കൂടുതലും സ്ത്രീകളിൽ 50-ൽ കൂടുതലും ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കുറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഒരു പ്രമേഹ രോഗി
ബ്ലഡ് പ്രഷർ വളരെ കർശനമായും 130/70 താഴെ നിയന്ത്രിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിൻ്റെ ഭാരം ക്രമീകരിക്കുക എന്നുള്ളത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ മാരകമായേക്കാവുന്ന വളരെ സാധാരണമായി കാണുന്ന ഒരു രോഗമാണ് ഈ പ്രമേഹം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മധുരിക്കുന്ന നിശബ്ദ കൊലയാളി എന്ന് പറയാം. പക്ഷേ ഈ രോഗത്തെ നമ്മൾ നേരത്തെ കണ്ടെത്തുകയും കൃത്യമായ വ്യായാമ ആഹാര നിയന്ത്രണങ്ങളിലൂടെയും കൃത്യമായ ചികിത്സകളിലൂടെയും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദീർഘകാലം തന്നെ ഈ രോഗമൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. ഓർക്കുക, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. മാന്യപ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കത്തുകളായും ഫോൺ കോളായും ലഭിക്കുന്നു. വളരെയധികം സന്തോഷം. തുടർന്നും ഈ വിധം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഇതാണ്: IMA ആരോഗ്യ വിചാരം, ഇന്ത്യ വിഷൻ, RBG ആർക്കേഡ്, സിറോട്ട് റോഡ്, കാലിക്കറ്റ്. ഇമെയിൽ healthindiavision@yahoo.co.in അല്ലെങ്കിൽ IMA ആരോഗ്യ വിചാരം, IMA ഹെഡ്ക്വാർട്ടേഴ്സ്, ആനയറ, തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയത്ത് കാണാം. നമസ്കാരം.